എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പുള്ള ടോപ്പിക്കിലെല്ലാം എന്താണ് DCR പാനൽസ്, നോൺ DCR പാനൽസ് എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് MNRE സബ്സിഡി സ്കീമിനെ കുറിച്ചാണ്. അതായത് മിനിസ്ട്രി ഓഫ് നാഷണൽ റൂഫ്ടോപ്പ് സോളാറിൻ്റെ MNRE സബ്സിഡി എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുള്ളത്, അതിൻ്റെ രജിസ്ട്രേഷൻസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. MNRE സബ്സിഡി സ്കീം എന്ന് പറയുന്നത് നമ്മൾ മിനിസ്ട്രി ഓഫ് നാഷണൽ റൂഫ്ടോപ്പ് സോളാറിൻ്റെ കീഴിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. അത് വെൻഡേഴ്സിൻ്റെ തന്നെ ഹെൽപ്പില്ലാതെ തന്നെ കൺസ്യൂമേഴ്സിന് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു വൈഫൈ കണക്ഷനും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് മിനിസ്ട്രി ഓഫ് നാഷണൽ റൂഫ്ടോപ്പ് സോളാർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിലൂടെയാണ് നമ്മൾ ഈ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്, നിങ്ങളുടെ മൊബൈൽ ഏതാണോ ആ മൊബൈലിൽ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയോ സന്ദേശ് ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തിനാണ് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് MNREയുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ OTPs, അതിൻ്റെ ഫീസിബിലിറ്റി അപ്രൂവൽ സ്റ്റാറ്റസ്, ഇൻസ്പെക്ഷൻ അപ്രൂവൽ സ്റ്റാറ്റസ് എന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടുന്നത് സന്ദേശ് ആപ്പ് വഴിയായിരിക്കും. സോ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണോ ആപ്പിൾ ഫോണോ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയും നിങ്ങൾക്ക് സന്ദേശ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സന്ദേശ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ കൊടുത്ത് KCB ബില്ലിലുള്ള കൺസ്യൂമർ നെയിം ഏതാണോ ആ നെയിം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിൽ രജിസ്റ്റർ ചെയ്യാം. വേറെ ഒരു പ്രോസസ്സും നിങ്ങളതിനകത്ത് ചെയ്യേണ്ടതായിട്ടില്ല. അത് കഴിയുമ്പോൾ നമ്മുടെ സന്ദേശ് ആപ്പിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ മിനിസ്ട്രി ഓഫ് നാഷണൽ റൂഫ്ടോപ്പ് സോളാറിൻ്റെ സൈറ്റിലൂടെയാണ്. ആ സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിളിൽ റൂഫ്ടോപ്പ് സോളാർ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് രജിസ്റ്റർ ഹിയർ അതുപോലെ ലോഗിൻ ഹിയർ എന്ന 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ രജിസ്റ്റർ ഹിയർ എന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ഹിയർ എന്ന ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനകത്ത് വരുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. കേരള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കുക. അതുപോലെ DISCOM, നമ്മുടെ DISCOM എപ്പോഴും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയായിരിക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ടൈപ്പ് അതിനകത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ, KCB ബില്ലിലുള്ള 14 കൺസ്യൂമർ നമ്പർ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സന്ദേശ് ആപ്പിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നെക്സ്റ്റ് OTP സെൻഡ് ചെയ്യുക. OTP നിങ്ങളുടെ മൊബൈലിൽ വരുന്ന OTP അതിനകത്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ID ഏതാണോ ആ ഇമെയിൽ IDയിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. നിങ്ങൾ നേരെ ഇമെയിൽ IDയിലേക്ക് പോവുക. ഇമെയിൽ ഓപ്പൺ ചെയ്ത് MNREയിൽ നിന്ന് വരുന്ന ഇമെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ആക്ടിവേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ MNREയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുള്ള നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലോഗിൻ ഹിയർ എന്ന ഓപ്ഷനാണ്. ലോഗിൻ ഹിയറിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഏത് മൊബൈൽ നമ്പറാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. OTP ഏതാണോ വരുന്നത് ആ OTP കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ KCB ബില്ല് വെരിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് എത്രയാണ് എന്നുള്ളത്. ആ കണക്റ്റഡ് ലോഡ് അവിടെ കൊടുക്കുക. സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് കണക്ഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ KCB കൺസ്യൂമർ നെയിം ഏതാണോ ആ നെയിം കൊടുക്കുക. അഡ്രസ്സ്, നമ്മുടെ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് അതിനകത്ത് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ കാറ്റഗറി, ജനറൽ ആണെങ്കിൽ ജനറൽ, OBC ആണെങ്കിൽ OBC, SC ST വിഭാഗമാണെങ്കിൽ അങ്ങനെ ഏതാണോ കാറ്റഗറി ആ കാറ്റഗറി കൊടുക്കുക. അതിനുശേഷം പിന്നെ നോക്കുന്നത്, നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് നമ്മുടെ ലാസ്റ്റ് 6 മന്തിലുള്ള ഏതെങ്കിലും KCB ബില്ല് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. അത് PDF തന്നെ ആയിരിക്കണം KCB ബില്ല് അതിനകത്ത് കൊടുക്കേണ്ടത്. KCB ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്യാം. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മുകളിൽ ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റിന് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ദ സെയിം തിങ് തന്നെ നിങ്ങൾക്ക് ഇമെയിൽ IDയിലും MNRE വഴി ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് വരും. ഇതാണ് നമ്മുടെ MNREയുടെ ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. MNREയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് KCBയിൽ നിന്നുള്ള ഫീസിബിലിറ്റി അപ്രൂവൽ സ്റ്റാറ്റസ് ആണ്.
ഫീസിബിലിറ്റി അപ്രൂവൽ എപ്പോഴും KCBയുടെ സൈഡിൽ നിന്ന് വരാൻ മിനിമം 7 വർക്കിംഗ് ഡേയ്സ് എങ്കിലും ആവുന്നതാണ്. ഈ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഫീസിബിലിറ്റി അപ്രൂവൽ KCBയുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ നമുക്കുള്ള നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക, ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അതിന് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫസ്റ്റ് നമ്മുടെ കൺസ്യൂമർ നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം സബ്മിറ്റ് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് എന്ന് മുകളിലൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടർ ഏതാണോ നമ്മുടെ വെണ്ടർ, ആ വെണ്ടറിൻ്റെ പേര് നമ്മുടെ MNRE ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. MNRE ലിസ്റ്റിലുള്ള വെണ്ടർ ആണ് എന്നുണ്ടെങ്കിൽ ആ വെണ്ടറിൻ്റെ പേര് അതിനകത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ MNRE എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് കോപ്പീസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. MNREയുടെ സൈറ്റിൽ തന്നെ അതിൻ്റെ PDF കിട്ടും. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ MNRE എഗ്രിമെൻറ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് സിസ്റ്റം ആണോ അതിന് 3 ഫേസ് സിസ്റ്റം ആണോ എന്നുള്ളത് ആദ്യം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് എന്ന് അതിനകത്ത് കൊടുക്കുക, 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇൻവേർട്ടറിൻ്റെ സീരിയൽ നമ്പറാണ്. എൻഫേസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻഫേസിൻ്റെ സീരിയൽ നമ്പേഴ്സ് കൊടുക്കുക, മൈക്രോ ഇൻവേർട്ടറിൻ്റെ സീരിയൽ നമ്പേഴ്സ് കൊടുക്കുക. ഇത് സ്ട്രിങ് ഇൻവേർട്ടറിലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രിങ് ഇൻവേർട്ടർ വരുമ്പോൾ നമുക്ക് ഗ്രോ വാട്ട് ഉണ്ട്, സോളിസ് ഉണ്ട്, സൺഗ്രോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സീരിയൽ നമ്പേഴ്സ് അതിൻ്റെ സൈഡിൽ തന്നെ ഡേറ്റ ഷീറ്റിൽ അവൈലബിൾ ആണ്. ആ സീരിയൽ നമ്പേഴ്സ് നമുക്ക് അതിനകത്ത് കൊടുക്കാം. നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പാനൽസിൻ്റെ സീരിയൽ നമ്പേഴ്സ്. നമ്മുടെ എല്ലാ പാനൽസിൻ്റെ മൊഡ്യൂളിൻ്റെ ബാക്കിലും നമുക്കതിൻ്റെ ഡേറ്റ ഷീറ്റും അതുപോലെ തന്നെ സീരിയൽ നമ്പേഴ്സും അവൈലബിൾ ആണ്. എപ്പോഴും അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ സീരിയൽ നമ്പേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കുക. സീരിയൽ നമ്പേഴ്സ് കൊടുക്കണം. എത്ര വോട്ടിൻ്റെ ആണ് ഒരു പാനൽ വരുന്നത്, ഒരു മൊഡ്യൂൾ വരുന്നത്, എത്ര വോട്ട്സിൻ്റെ ആണെന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ പാനലിൻ്റെ സീരിയൽ നമ്പേഴ്സും വോട്ടേജും എല്ലാം കൊടുത്തതിന് ശേഷം ഏത് കമ്പനി, ഇപ്പോൾ പ്രീമിയർ എനർജീസ് ആണെങ്കിൽ പ്രീമിയർ, അദാനി ആണെങ്കിൽ അദാനി, അതിൻ്റെ നൈമും കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമറിൻ്റെ KCB കൺസ്യൂമർ ആരുടെ പേരിലാണോ നമ്മൾ ഈ MNRE രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ രജിസ്റ്റർ ചെയ്ത ആളിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വെണ്ടേഴ്സിൻ്റെ ഡിക്ലറേഷൻ ഒരു പ്രോസസ്സുള്ളൊരു PDF ഉണ്ട്. ആ PDF നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, അത് KCBയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നിങ്ങൾ KCBയിൽ ഫോർമാറ്റെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് KCBയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതെല്ലാം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കിട്ടും. അതാണ് നിങ്ങളുടെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ആ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ BIS സർട്ടിഫിക്കറ്റ് അതും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെണ്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാനൽസിൻ്റെ DCR സർട്ടിഫിക്കറ്റും ഇൻവെർട്ടേഴ്സിൻ്റെ BIS സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ BIS സർട്ടിഫിക്കറ്റും അതുപോലെ DCR സർട്ടിഫിക്കറ്റും അതിനകത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് നമുക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോയാണ്. ആ പ്ലാന്റിൻ്റെ ഫോട്ടോ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, PDF-ലാക്കിയതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ, അതുപോലെ അതായത് ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, MCBs നമ്മൾ കൊടുക്കുന്നുണ്ടോ, അതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം S എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം അത് അവിടെ നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നതാണ്. പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് KCBയിൽ നിന്നുള്ള ഇൻസ്പെക്ഷൻ സ്റ്റാറ്റസ് അപ്രൂവലാണ്. ഈ ഇൻസ്പെക്ഷൻ സ്റ്റാറ്റസ് അപ്രൂവൽ KCBയിൽ നിന്ന് കിട്ടാൻ മിനിമം 7 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഇൻസ്പെക്ഷൻ സ്റ്റാറ്റസ് അപ്രൂവലായി പ്രൊജക്ട് കമ്മീഷനിങ് എന്നുള്ളൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സബ്സിഡി റിക്വസ്റ്റ്, അതായത് സബ്സിഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനകത്ത് നമ്മുടെ കൺസ്യൂമറിൻ്റെ പേര് ഉണ്ടായിരിക്കണം. നമ്മളിപ്പം ആരുടെ പേരാണോ നമ്മൾ കൊടുക്കുന്നത് ആ ആളിൻ്റെ, ആ കൺസ്യൂമറിൻ്റെ പേരുള്ള ചെക്ക് ലീഫ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് ചെക്ക് ലീഫ് എടുത്ത് ക്രോസ് ചെയ്ത് ക്യാൻസൽഡ് എന്ന് എഴുതിയ ക്യാൻസൽഡ് ചെക്ക് ലീഫ് നമുക്ക് ആവശ്യമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെക്ക് ലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി അവൈലബിൾ ആണ്. അപ്പോൾ പാസ്ബുക്കിൻ്റെ കോപ്പി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ബട്ടൺ ഉണ്ടാവും, സബ്സിഡി റിക്വസ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇൻ കേസ് ജോയിൻ്റ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ചെക്ക് ലീഫിൽ 2 പേരുടെയും പേര് വരികയാണെന്നുണ്ടെങ്കിൽ ആ 2 പേരും നിങ്ങൾ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ റിമാർക്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജോയിൻ്റ് അക്കൗണ്ടാണ്, ഹസ്ബൻഡിൻ്റെ പേരാണ് അതിനകത്ത് കൂടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് റീഫ്രഷായി വീണ്ടും ആ മെയിൻ ഹോം പേജിൽ തന്നെ പോകും. അവിടെ വീണ്ടും നിങ്ങൾ സബ്മിറ്റ് സബ്സിഡി റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് MNREയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MNREയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സബ്സിഡി റിക്വസ്റ്റ് നമുക്ക് അപ്രൂവലായി വരാനും 7 വർക്കിംഗ് ഡേയ്സ് തന്നെയാണ് വരുന്നത്. എങ്ങനെയായാലും നമുക്ക് MNREയുടെ പ്രോസസ്സിന് വിത്തിൻ 1 മന്ത് എടുക്കും. പിന്നെ KCBയുടെ ചില സെക്ഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം 7 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് മിനിമം 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഫീസിബിലിറ്റി അപ്രൂവൽ സ്റ്റാറ്റസും ഇൻസ്പെക്ഷൻ അപ്രൂവൽ സ്റ്റാറ്റസൊക്കെ കിട്ടാറുണ്ട്. 1 മന്താണ് നമ്മുടെ സബ്സിഡി എമൗണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ MNREയുടെ സബ്സിഡി സ്കീമിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്ര എമൗണ്ടാണ് നമുക്ക് MNRE സബ്സിഡി സ്കീം വഴി കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 3 kW സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എറൗണ്ട് വന്നിട്ട് ഒരു 43,000 ആണ് നമുക്ക് വരുന്നത്. ഇനി ഞങ്ങൾ അതായത് 43,000 രൂപ. ഇനി ഒരു 4 kW സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 51,000 രൂപയാണ് നമുക്ക് എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത്. അത് 5 kW വരുമ്പോഴത്തേക്ക് 58, അത് 58,000 രൂപയായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 6 kW ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 65,000 രൂപയോളമാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. 8 kW ആകുമ്പോൾ അത് 80,000 രൂപയിലേക്ക് മാറും. ഇത് 10 kW ആകുമ്പോഴത്തേക്ക് അത് അറൗണ്ട് 90 അല്ലെങ്കിൽ 90,000 രൂപയിലേക്ക് അത് മാറുന്നുണ്ട്. ഈ എമൗണ്ട് പ്രകാരമാണ് നമുക്ക് MNREയിൽ നിന്ന് സബ്സിഡി എമൗണ്ട് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്.